ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു പെർഫ്യൂമിന്റെ ഷോപ്പിലാണ് കേട്ടോ. കണ്ടോ, ഞങ്ങൾക്ക് പെർഫ്യൂം വാങ്ങാൻ വല്ല പ്ലാനിങ് ഒന്നുമില്ലെങ്കിലും ഫ്രണ്ട്സിന് വാങ്ങാനുള്ള പ്ലാനിങ് ആയിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെ കയറി ഓരോ ഫ്രാഗ്രൻസും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ പൊന്നെ ഒരു രക്ഷയുമില്ല. എനിക്കങ്ങനെ എല്ലാ സ്മെല്ലും ഇഷ്ടപ്പെടുന്ന ആളല്ല കേട്ടോ. ബട്ട് അവിടെ കയറി ഓരോന്നും ട്രൈ ചെയ്ത് നോക്കുമ്പോഴും ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മളും അവർക്ക് ഇഷ്ടപ്പെട്ട് അവരും എടുത്തിട്ട് നമ്മൾ അവിടുന്ന് സ്ഥലം കാലിയാക്കി. പോണ വഴിക്ക് നമ്മൾ ഇതാ ഒരു ചോക്ലേറ്റിന്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ്സിനുള്ള നല്ല രീതിയിൽ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ഷോപ്പിൽ കയറിയ എപ്പോഴായാലും നമ്മളല്ലാതായി മാറും. അതുകൊണ്ട് തന്നെ അധികം തന്നെ എന്നെ അവിടെ നിർത്തി റിസ്ക് എടുക്കാൻ തയ്യാറാവാതെ തന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവരാളങ്ങ് എന്നെ പോലത്തെ പെൺകുട്ടികളെ വരുത്താനായിട്ട് ഓരോ സ്റ്റൈലിൽ വെച്ചിരിക്കുക. വിശപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ചോക്ലേറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആരും അറിയാത്തൊരു ഇന്റർജോയും കൂടെ എടുത്തിട്ടുണ്ട്. അതിനൊന്നും വീഴുന്ന ടൈപ്പ് അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി കാറിന്റെ അടുത്ത് പോകുമ്പോൾ ഇതാ അപ്പുറത്തുള്ള കാറിൽ നിന്ന് തന്നെ ഒരു വിളി. കൂട്ടിക്കൊണ്ടു വന്ന ആൾക്കാർ ഒറ്റക്കിട്ട് പോയ സങ്കടം പറയുന്നു കേട്ടോ എന്നോട്. അത്രയും കുറച്ചൊരു സങ്കടം പറഞ്ഞപ്പോൾ അതാ എനിക്കും സങ്കടമായി. അപ്പൊ പിന്നെ വിശക്കുമല്ലോ, പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. ജാപ്പീസിന്റെ ഒരു ചിക്കു ഫ്ലേവറിലൊരു ബാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചുകൊണ്ട് നമ്മൾ റൂമിലേക്ക് പോയി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.